കാസർഗോഡ് കുണ്ടംകുഴിയിൽ വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രധാന അധ്യാപകൻ എം അശോകനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. കാസർഗോഡ് കടമ്പാർ GHS സ്കൂളിലേക്കാണ് സ്ഥലം മാറ്റിയത്. സാരംഗ് ഞെട്ടിത്തെറിച്ച ഒരു സംഭവത്തിൽ ഇപ്പോൾ സ്ഥലം മാറ്റം മാത്രമേ ഉള്ളൂ നടപടി. പ്രജീഷ്, അത്തരത്തിലുള്ള സംശയങ്ങൾ ബാക്കിയാക്കിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ആരോപണ വിധേയനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച പ്രധാന അധ്യാപകനെ ഇപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരത്തെ കടമ്പാറ GHSലേക്ക് മാറ്റാനുള്ള ഒരു ഉത്തരവാണ് അല്പസമയത്തിന് മുൻപ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തന്നെ വലിയ തോതിലുള്ള വീഴ്ച അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു എന്നത് വിദ്യാഭ്യാസ വകുപ്പിന് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ ഇതേ തുടർന്ന് മറ്റു നടപടികളിലേക്കുമൊക്കെ തന്നെ പോകാനുള്ള സാധ്യത കൂടി ഒരുപക്ഷെ മുന്നിൽ കാണേണ്ടതായുണ്ട്. ഇതിനിടെ തന്നെ നിർബന്ധിത അവധിയിൽ പോകണമെന്നുള്ള നിർദ്ദേശം കൂടി DDEയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു സ്ഥലംമാറ്റ ഉത്തരവ് വരുന്നത്. ഇനി ഒരുപക്ഷെ സസ്പെൻഷനിലേക്കോ മറ്റേതെങ്കിലും നടപടികളിലേക്ക് കൂടി പോകാനുള്ള സാധ്യതകളുണ്ട്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചതുപോലെ 75 ഫയലുകൾ ഇത്തരത്തിൽ ആരോപണ വിധേയരായ പ്രധാന അധ്യാപകർക്ക് എതിരെയുള്ള പരാതികൾ 75 എണ്ണമുണ്ട്. അത് ഓരോന്നും പരിശോധിച്ച് വരികയാണ്. അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു വെച്ചതിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ 9 പേരുടെ നടപടി അവർക്കെതിരെ സ്വീകരിച്ചവരെ പിരിച്ചുവിട്ടു എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല മെഡിക്കൽ റിപ്പോർട്ടുകൾ മുന്നിലുണ്ട്. ആ കുഞ്ഞിന്റെ അവസ്ഥ അതടക്കം കുടുംബാംഗങ്ങളുടെയും കുടുംബത്തിന്റെയും രക്ഷിതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണമുണ്ട്, പരാതിയുമുണ്ട്. അപ്പോൾ കൂടുതൽ നടപടി പ്രതീക്ഷിക്കാം ഇനി. തീർച്ചയായും പ്രജീഷ്, കാരണം ആ കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തെളിവാണ്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ അവൻ്റെ സഹോദരിക്ക് മുൻപിൽ വെച്ച് അത്രയും വലിയ ഒരു ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ചാണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി എന്നൊക്കെ ബാലാവകാശ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷ സമയമാണ്, വലിയ തോതിൽ സമ്മർദ്ദമുണ്ടാക്കി. യാതൊരു തരത്തിലും ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ഇടപെടലാണ്, നടപടിയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളിലും കൃത്യമായി പറയപ്പെടുന്നുണ്ട്. പ്രജീഷ്.